ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ടൊമാറ്റോ കറിയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇപ്പം എല്ലാ മടിയന്മാർക്കും, ഞാനും ഒരു മടിച്ചാണ് ചില സമയങ്ങളിലൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പം എല്ലാ മടിയന്മാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ടൊമാറ്റോ കറി ഉണ്ടാക്കാം. ഞാൻ അതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഒനിയനാണ്. അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേനും ഒനിയൻ ഇടുക, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ടൊമാറ്റോ ആണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒനിയൻ സോട്ടാക്കാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പ് ഇടുക. ഉപ്പിട്ടു ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ കറി റെഡിയാവും. അത് കഴിഞ്ഞ് ഇത് നല്ലതായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇച്ചിരി പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നു. ഇച്ചിരി വാടി കിട്ടിയപ്പോൾ ഞാൻ ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഒരു 3-4 എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് വേണമെന്നനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് കറിവേപ്പില, മല്ലിയില എല്ലാം ഇഷ്ടമുള്ളവർക്കിടാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കറിവേപ്പില ഇല്ല, മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാനിതൊന്നും ഇടുന്നില്ല. ഇനി ഇതിനകത്തേക്ക് 1-2 മിനിറ്റ് വാടി കഴിയുമ്പോൾ അതിലേക്ക് അല്പം മുളക് പൊടി ഇടുക. ഒത്തിരി വേണ്ട, അപ്പം പിന്നെ എരിവ് ഇപ്പിടി കൂടുതലാവും. സ്വല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഇത് ഞാൻ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഗരം മസാല ഇടുക. മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. 2 മിനിറ്റ് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. അപ്പം മസാലയുടെ ഒക്കെ പച്ചമണം മാറും. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഈ മടിയന്മാർക്കും മടിച്ചുകൾക്കൊക്കെ പെട്ടെന്ന് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇതിനാകുമ്പോൾ അധികം നേരം എടുക്കത്തില്ല. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നിയുകൊണ്ട് സ്വല്പം ഉപ്പോടെ ഇടാം. കുറച്ച് സാധനങ്ങളാണെങ്കിൽ കറിവേപ്പില ഇടാം, പച്ചമുളക് ഇടാം ഇഷ്ടമുള്ളവർക്ക്. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇടാം. എനിക്ക് ഇഞ്ചി വലിയ താല്പര്യമില്ല. ഞാൻ ഫുൾ ലൈവായിട്ട് കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും കറി ഉണ്ടാക്കാൻ വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കറി. എനിക്ക് മടി. നമുക്കൊരു ദിവസം നമുക്ക് തോന്നി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, പിന്നെ അധികം വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഇനി നമുക്ക് മടികൾ കൂടുതലുള്ളവരുടേതാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന് കഴിക്കാൻ, ചപ്പാത്തിക്ക് കഴിക്കാം. അപ്പം നമുക്ക് ഉച്ചക്കത്തേന് ലഞ്ച് ബോക്സ് ചോറെടുത്തു, പിന്നെ ചപ്പാത്തി രാവിലത്തേനും എടുത്തെങ്കിൽ രണ്ടിലും കൂടി നമുക്ക് കഴിക്കാനായിട്ട് അത് ഉപകരിക്കാം. ഞാൻ ഇത് മൂടി വെക്കണമെങ്കിൽ പെട്ടെന്ന് ഇച്ചിരിയോടെ പെട്ടെന്നാകും. പിന്നെ നമ്മളൊന്ന് പതിയെ ടൊമാറ്റോ ഒക്കെ ഒന്ന് സ്മാഷ് ചെയ്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് സെറ്റാകും. ഇച്ചിരിയോടെ ടേസ്റ്റാകും. നിങ്ങൾ ഇതിനകത്ത് എത്ര മിനിറ്റ് കണ്ടോ അത്രയും സമയം മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇച്ചിരി ചാറ് വേണ്ടവർക്ക് വെള്ളം ഒഴിക്കുക. കാരണം ചോറിൻ്റെ കൂടെ സ്വല്പം ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇച്ചിരി ചാറ് വേണമെന്നുള്ളവർ സ്വല്പം ചൂടുവെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ അതിനകത്തേക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എനിക്ക് അധികം ചാറൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ഇച്ചിരി തിക്ക് ഗ്രേവി പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ച്. ചൂടുവെള്ളം ആയതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ തിളയ്ക്കും. തിളച്ച് സ്വല്പം ഒന്ന് കുറുകി വരാനായിട്ട് 1 മിനിറ്റോടെ എടുക്കും.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ടെസ്റ്റ് ചെയ്യാം. ഉപ്പ് പാകത്തിനാണ്. ഇപ്പം കറിയെല്ലാം തിളച്ച് നല്ലപോലെ വറ്റി ആവശ്യത്തിനുള്ള ചാറ്. എനിക്ക് ഇത്രയൊക്കെ ചാറ് മതി, കാരണം ഇച്ചിരോട് കഴിയുമ്പോൾ അത് സ്വല്പം കൂടെ പറ്റും. അപ്പം അതുകൊണ്ട് അധികം ചാറ് വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാറില്ലാണ്ടാവും. അപ്പം ഇത് മതി. നമ്മുടെ ആവശ്യത്തിനുള്ള കുറുകി. ഇത് ടൊമാറ്റോ ഒക്കെ ഒരുമാതിരി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ഉടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണില്ല കടിച്ച് കഴിക്കാനായിട്ട്. നമ്മുടെ ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് മടിയന്മാർക്കുള്ള കറിയാണ്. മടിയനും മടിച്ചികളും ഒക്കെ. എനിക്കും ചില സമയത്ത് മടിയാണ്. ഇന്നും എനിക്ക് മടിയാണ്. എനിക്ക് ഭയങ്കര കോൾഡാണ്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.